ഇത് വളഞ്ഞമ്പലത്തിൻ്റെ അടുത്ത് മെഡിക്കൽ ട്രസ്റ്റ് വരെ വന്നതാണ്. എന്തിനാന്നുള്ളത് ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല മഴയായിരുന്നു. മുമ്പ് കാണുന്നത് മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഈസ്റ്റ് ബ്ലോക്ക്. നേരത്തെ അവിടെ നിന്നായിരുന്നു ഞാൻ കാർഡ് എടുത്തിരുന്നത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാൻ പോകേണ്ട അപ്പുറത്തെ ബ്ലോക്കിലും കാർഡ് എടുക്കാൻ പറ്റുമെന്ന്. കഴിഞ്ഞ ദിവസം മാത്രമാണ് ഞാൻ ആ രഹസ്യം അറിഞ്ഞത്. ഈ ബ്ലോക്കിലാണ് നമുക്ക് പോകേണ്ടത്. ഡോക്ടറെ കാണുന്ന ഫ്ലോർ ഇതാണ്. ഇവിടെ LC Women, അതാണ് നമ്മുടെ ഡോക്ടർ. EEG, ഓഡിയോളജി, EMG, NCV. ഇവിടെ തന്നെ ഫാർമസി ഉണ്ട്. മെഡിസിനൊക്കെ കിട്ടി 5 ദിവസം കഴിഞ്ഞ് വന്നു. ഡോക്ടറെ കണ്ടിറങ്ങി. ഇനി ലിഫ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. 13ാമത്തെ ഫ്ലോറാണത്. അപ്പോൾ അങ്ങനെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പുറത്തേക്ക് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാം. പള്ളിമുക്ക് ജംഗ്ഷനാണ് ഇവിടെ. സിഗ്നൽ അങ്ങോട്ടുള്ള റൈറ്റിലേക്കുള്ള സിഗ്നൽ കിട്ടല്ലോ. നമ്മളിനി ബൈക്ക് എടുത്ത് പോകണം. അസല് മഴയാണ്. ഞാൻ ഇവിടെ വന്ന ഫുഡ് കഴിക്കുന്നൊരു ഹോട്ടലുണ്ട്. അവിടെ ഒരു മലബാർ പ്ലാസ, അവിടെ കയറാം. അവിടെ വേറെ ചാനൂസൊക്കെ ഉണ്ട്. ആര്യാസ്വർണ്ണം ഉണ്ട്. വെജ് കഴിക്കാനുള്ള മൂഡില്ല. അടുത്ത വലിയ മഴയ്ക്കുള്ള കാർമേഘം കാണുന്നുണ്ട്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ വേറൊരു ബിൽഡിങ്ങാണല്ലോ അവിടെ ഓപ്പോസിറ്റ് വരുന്നത്. ആദ്യം ഉണ്ടായിരുന്ന തിരക്കൊക്കെ കുറഞ്ഞു. നമ്മുടെ ബൈക്ക് ഇത് അവിടെ ഇരിക്കണ്ടോ. ഉള്ള റെയിൻകോട്ട് മുഴുവൻ മൂടി. ക്രോസ് ചെയ്യണമല്ലോ. ഈ ഹോട്ടലിൽ കയറാം. തിരക്കില്ലായിരിക്കും അല്ലേ. പുറത്ത് അസല് മഴയാണ്. ഈ മഴയത്ത് നമ്മൾ എങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് പോകുമാവോ. ബിരിയാണി തീർന്നു. അതുകൊണ്ട് പൊറോട്ട ഓർഡർ ചെയ്ത് വെക്കാം. വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പ്ലേറ്റ് മാത്രം കൊണ്ടേ തന്നു. പൊറോട്ടയും ബീഫ് എത്തി. ഇത് അവിടെയാണ് ബൈക്ക് ഇരിക്കുന്നത്. അവിടെ വരെ പോയി റെയിൻകോട്ടൊക്കെ ഇട്ട് ആകെ മഴ നനയും. മരം വെച്ച് പിടിപ്പിക്കണം. അതുപോലെ മരം സംരക്ഷിക്കുകയും വേണം. പക്ഷേ ഈ കാണിച്ചു വെച്ചേക്കുന്ന ശുദ്ധ പൊട്ടത്തരാട്ടോ. എന്തിനാണ് ഈ മരമൊക്കെ വെട്ടിക്കളയേണ്ടത് തന്നെയാണ്. ഫുട്പാത്ത് ബ്ലോക്ക് ചെയ്തുകൊണ്ട്. മഴയായതുകൊണ്ട് റോഡിലൊക്കെ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. മുകളിൽ മെട്രോയുടെ പാലം പോകുന്നതുകൊണ്ട് ആ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് മഴയൊക്കെ നനയാതെ പോകാം. പക്ഷെ ഒരു സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡല്ലേ, അത് റിസ്ക്കുമാണ് താനും. ഈ കടവന്ത്ര എടുക്കാറായി. നമ്മൾ കടവന്ത്രയിൽ എന്തോ ഒരു എന്താ പറയുക, കെട്ടിടത്തിന് മുകളിൽ നിന്നൊരു യുവാവും ചാടി ആത്മഹത്യ ചെയ്തെന്നൊരു ന്യൂസ് കണ്ടായിരുന്നു. ഏതൊരു ബാറിൻ്റെ ആണ്, ഏതാണെന്ന് മനസ്സിലായിട്ടില്ല. കടവന്ത്ര മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ അങ്ങോട്ട് നല്ല തിരക്കുണ്ടാവും. ആദ്യം ഈ GCDA ഓഫീസിൻ്റെ അടുത്ത് ഒരു ബ്ലോക്ക് ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറുന്നതും ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോകുന്നതുമായിട്ടുള്ള ഉണ്ടോ. ഇവിടെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് പോലീസൊന്നും നിൽക്കുന്നില്ല. പോലീസ് അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ആയിരിക്കും, ട്രാഫിക്കൊക്കെ ആയിരിക്കും. ട്രാഫിക്കല്ല, മറ്റേ എന്താണ്, ഹോം ഗാർഡ്. അവരാണ് ഇവിടെയൊക്കെ ട്രാഫിക് നിയന്ത്രിക്കാൻ നിൽക്കാറ്. ഇനി അടുത്തത് മെയിൻ കടവന്ത്ര ജംഗ്ഷനാണ്. അവിടെ സിഗ്നലുണ്ട്. അവിടെ ചിലപ്പോൾ കുറച്ച് നേരം പോസ്റ്റ് ആവും നമ്മൾ. അങ്ങനെ കടവന്ത്ര ജംഗ്ഷനും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെയൊന്നും വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇളംകുളം ആവാറായി. ഇളംകുളം പള്ളിയായോ? അല്ല, ഇത് മറ്റേ എന്താണ്, റോംസ് ആൻഡ് റാക്സോ, പെറ്റിൻ്റെ ഒരു ഷോപ്പുണ്ട് ഇവിടെ. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് പുതിയകാവ് തൃപ്പൂണിത്തുറ റൂട്ടിൽ പറഞ്ഞുണ്ട്. അടുത്തടുത്ത് 2 യൂട്ടേണോ? ഇവിടെ അല്ലേ പള്ളി? പള്ളിയുടെ മതിൽക്കെട്ട് ലെഫ്റ്റ് സൈഡിലാണ് പള്ളി, ഇളംകുളം പള്ളി. റെയിൻകോട്ട് ഇപ്പം എല്ലാം മറ്റേ ആ 100 രൂപയുടെ റെയിൻകോട്ടാണ് ബനിയൻ പോലെ ഇടാവുന്നത്. അതാണെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ മേടിച്ചതാണ്. പക്ഷേ എൻ്റെ അത് ബട്ടൺ വെച്ചിട്ടുള്ളതാണ്. കുറച്ച് നനഞ്ഞു ശരിക്കുന്നു മഴ.
വൈറ്റിലെ ജംഗ്ഷനിലുള്ള തിരക്കായിട്ടോ. ഇതിപ്പോൾ ലെഫ്റ്റ് ടേൺ ചെയ്ത് പോകുന്നവർക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. വണ്ടികളൊക്കെ ലെഫ്റ്റ് സൈഡിൽ, അവിടെ വണ്ടി ഹോൺ അടിക്കുന്നതാണ്, ലെഫ്റ്റ് സൈഡിൽ കയറ്റിയിട്ടേക്കാണ്. ഇവിടെ ആർക്കും ഫ്രീ ലെഫ്റ്റ് കയറി പോകാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇതേപോലെ ഏതെങ്കിലും വണ്ടിയുടെ പുറകിൽ വെയിറ്റ് ചെയ്യാം, അല്ലാതെ വേറൊന്നുമില്ല. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല, സിഗ്നൽ ഗ്രീനായി. ഇത്രയും ഓവർബ്രിഡ്ജും എല്ലാം ഉണ്ടായിട്ടും വൈറ്റിലെ തിരക്ക് കുറയ്ക്കാൻ ഒരു മാർഗവും കണ്ടെത്തിയിട്ടില്ല. ഈ ഓവർബ്രിഡ്ജിന് പകരം വേറെ വലിയ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ എന്താ പറയുക, അതിന് റൗണ്ട് പൊട്ടോ, ഇങ്ങനെ പാലം പോലെ കയറി റൗണ്ട് പൊട്ടൊക്കെ ഇല്ലേ, അങ്ങനെ വല്ലതും ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്തിരി ട്രാഫിക് ബ്ലോക്കുകൾക്ക് ഇത്തിരി വ്യത്യാസം വന്നേനെ. ഈ ഫ്രണ്ടിൽ പോകുന്നത് കൂത്താട്ടുകുളം എറണാകുളം വണ്ടിയാണ്. അത് കുറച്ച് ഫ്രണ്ടിൽ വൈറ്റില ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് വൈറ്റില ഹബിലേക്ക് കയറി പോകും. ഇതിപ്പോൾ പേട്ട ജംഗ്ഷനിലെത്തി. നമുക്ക് വടക്കേക്കോട്ട വഴി കയറാതെ പേട്ടയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് ഗാന്ധി സ്ക്വയർ വഴി പോകാം. ഒരു വണ്ടി ഫ്രണ്ടിൽ കൂടെ കുത്തിക്കയറ്റി പോകുന്നു. ഇതുവഴി ലോറികളൊക്കെ പോകും, അതാണ് ഒരു കുഴപ്പമുള്ളത്. ഒരു ടോറസ് അല്ലേ അത്, ഭാരത് ബെൻസിൻ്റെ ഒരു വണ്ടി. അതിനെന്തത് പാലോ? മിറ്റൽ പൊടിയാണ്. അത് വെള്ളം വീണ്, അതായത് മഴവെള്ളമൊക്കെ വീണ് ഒലിച്ച് താഴേക്ക് ചാടണ ഒരു വെളുത്ത കളറിലാണ്. നമ്മൾ ഗാന്ധി സ്ക്വയർ എത്തി. ഗാന്ധി സ്ക്വയറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് കയറാം. ലോറി വലത്തോട്ടല്ലേ? വലത്തോട്ട് പോയാൽ മരട്, നമ്മുടെ ന്യൂക്ലിയസ് മാളൊക്കെ റൈറ്റ് സൈഡിലേക്ക് പോയാലാണ്. അവിടെ നിന്ന് പോയി കുണ്ടന്നൂർ പോകാം. കുണ്ടന്നൂർ തേവര പാലം ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടിരുന്നു. എന്തോ വർക്ക് നടക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് വലിയ കടകളൊന്നുമില്ല. സാധാരണ റോഡ് സൈഡ് ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഷോപ്പല്ല, ഇങ്ങനെ വണ്ടിയിലേക്ക് കൊണ്ടുവന്നിട്ട് മീന് അതുപോലെ സാധനങ്ങളുണ്ടല്ലോ, മാമ്പഴം. ഇത് മിനി ബൈപ്പാസാണ്, തൃപ്പൂണിത്തുറ മിനി ബൈപ്പാസ്. ഒരു പുഴ ഒഴുകും. ഇത് പൂർണ്ണി നദിയല്ലേ? ആ റൈറ്റ് സൈഡിലേക്ക് നല്ല ഭംഗി കേട്ടോ. ശരിക്കും നല്ല ഇക്കോ ടൂറിസം പോലെ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ്. ഒരു വാക്കുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മളങ്ങനെ തൃപ്പൂണിത്തുറ എത്തി. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് തൃപ്പൂണിത്തുറ ടൗണിലേക്ക് പോകാം. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. റൈറ്റ് തിരിഞ്ഞ് അന്ധകാരത്തോട് ക്രോസ് ചെയ്ത് റൈറ്റ് സൈഡിലെ നെറ്റ് കണ്ടോ? അത് പൂജ ക്രിക്കറ്റൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഫേമസ് ആണ് പൂജ ക്രിക്കറ്റ്. ഇവിടെയാണ് വൺ ഡേ ഇന്റർനാഷണൽ കണ്ടുപിടിച്ചതെന്നൊക്കെ ചില കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പാലസ് ഓവൽ ഗ്രൗണ്ട് എന്നാണ് ഈ ഗ്രൗണ്ടിൻ്റെ പേര്. ശ്രീശാന്തൊക്കെ വന്ന് ബോളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇത് തൃപ്പൂണിത്തുറ വൈക്കം റോഡ്. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ biryani.com, അതിൻ്റെ തൊട്ടടുത്തത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാനൊരു ഷോപ്പ് കുറച്ചാൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പച്ചക്കറിയും, ഞാൻ നടത്തിയിരുന്ന ആ ബിൽഡിങ്ങിൽ എന്തോ വേസ്റ്റ് ഗോഡൗൺ പോലെ എന്തൊക്കെയാണ്, ആകെ ഒരു ഭംഗിയില്ലാതെ ഭാർഗവി നിലയം പോലെ കിടക്കുന്നുണ്ട്. കണ്ടംകുളങ്ങര അങ്ങനെ കഴിഞ്ഞപ്പോൾ തറമേക്കാവ് എത്തി. തറമേക്കാവ് ക്ഷേത്രമാണ് റൈറ്റ് സൈഡിൽ. ഇപ്പോൾ കുരിക്കാട് ലെവൽ ക്രോസ് എത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ കുരിക്കാട് ചോറ്റാങ്കര പോകുന്ന റൂട്ട്, അതുപോലെ തിരുവാങ്കുളമൊക്കെ പോകാം. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടനാട്, അവിടെയാണ് ശ്രീനിവാസൻ്റെ ഒക്കെ വീടുള്ളത്. ഇതാ കുരിക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ലെവൽ ക്രോസ് ആണ്. നമ്മളിപ്പോൾ പോകുന്നത് NH കൂടെയല്ല, നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വഴി കൂടെയാണ്. നമ്മളങ്ങനെ ചോറ്റാനിക്കര അടുത്തു. അസല് മഴയാട്ടോ. മഴ വെള്ളമൊക്കെ സ്ക്രീനിൽ വീണ് ലെൻസിലൊക്കെ വീണ് ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. ഒരു പോലീസ് ജീപ്പ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറി പോകുന്നു. ചോറ്റാനിക്കര എത്തി. മഴക്കാലമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ ചോറ്റാനിക്കര ക്ഷേത്രം. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞുള്ള റൂട്ടിൽ കൂടെയാണ് നമ്മൾക്ക് പോകേണ്ടത്. മുന്നിൽ കാണുന്നതാണ് ക്ഷേത്രം.
ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലൊക്കെ. പാടത്ത് വെള്ളമൊന്നും പൊങ്ങിയിട്ടില്ല. പക്ഷെ ചിലരൊക്കെ ചൂണ്ടയിടാനൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. ചൂണ്ടയിടാൻ വന്നവരായിരിക്കും. എല്ലായിടത്തും നല്ല മഴ പെയ്തിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ വെള്ളം കുത്തിയൊലിച്ച് പോകുന്നു. ഓ, ഇവിടെ ഒരു കുഴിയുണ്ട്. എന്തിനോ വേണ്ടി അവിടെ കുഴിച്ച് എനിക്ക് വേണേൽ പൈപ്പിന് വേണ്ടിയായിരിക്കും. എന്നിട്ട് റിപ്പയർ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. സിമെൻ്റ് ഇട്ടിട്ട് അതുപോലെ തന്നെ ഇട്ട് കുഴിഞ്ഞ് സ്കൂട്ടറിലൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്ത് ചാടുന്ന പോലെയാണ് അവിടെയൊക്കെ. ഇവിടെ വെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ടോ മുകളിൽ നിന്ന്. നമ്മൾ കുറിഞ്ഞിയിലെത്തി. ഇവിടെ നല്ല അസലും മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു. നമ്മളെപ്പോൾ പോയതല്ലേ? 11 മണിക്ക് മുമ്പ് പോയതാണ്. അങ്ങോട്ട് പോകാനും ഒത്തിരി ടൈം എടുത്തു, തിരിച്ചു വരാനും ടൈം എടുത്തു. ബ്ലോക്ക്, മഴ, അങ്ങനെ എന്തൊക്കെയാ. അതുപോലെ ഹോസ്പിറ്റലിൽ കുറേ ടൈം ചിലവായി. ഓ, അങ്ങനെ വണ്ടി ഓടിച്ചോടിച്ച് ഒയ്യോ, ഇവിടെയൊക്കെ ചെളി എടുക്കണുണ്ടോ? ചെളിവെള്ളം. നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.